ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പ്രമുഖ നടന്മാർക്കും സംവിധായകർക്കുമെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ സിനിമാ മേഖലയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖ് രാജിവെക്കുന്നതിന് ഇടയാക്കിയതും പീഡന ആരോപണമായിരുന്നു. സിദ്ദിഖിനെതിരെ പീഡന ആരോപണം ഉന്നയിച്ച യുവനടി കഴിഞ്ഞ കുറേ കാലമായി സിനിമയുടെ മറവിൽ നടക്കുന്ന ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും തുറന്നു പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കാലങ്ങളായി മൂടിവെച്ച പീഡനങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരികയാണ്. മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ഈ വിഷയം ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. സിദ്ദിഖിനും രഞ്ജിത്തിനും പിന്നാലെ ആരുടെയൊക്കെ പേരുകൾ ഇനിയും ഉയർന്നുവരും എന്ന സംശയത്തിലാണ് ചലച്ചിത്ര ലോകത്തെ പ്രമുഖരും ജനങ്ങളും. സിദ്ദിഖിനെതിരെയുള്ള ആരോപണങ്ങൾക്കൊപ്പം നടൻ റിയാസ് ഖാനെക്കുറിച്ചും അതിജീവിത പറയുന്നുണ്ട്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: ഇപ്പോൾ അടിച്ചുകയറിവ എന്ന പേരിൽ പ്രശസ്തനായ ഒരു നടനുണ്ടല്ലോ, അയാൾ ഫോൺ വിളിച്ച് വൃത്തികേട് പറയുകയാണ് ചെയ്തത്. തന്നോട് ചോദിക്കാതെ റിയാസ് ഖാന് തന്റെ നമ്പർ ഒരു ക്യാമറാമാൻ നൽകിയെന്നുമായിരുന്നു അതിജീവിതയുടെ മറുപടി. അടിച്ചുകയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരാളുണ്ട്, ഒരു ആക്ടറുണ്ട്, മിസ്റ്റർ റിയാസ് ഖാൻ. അദ്ദേഹം ഇതുപോലൊരു എൻ്റെ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ നമ്പർ കൺസെൻറ്റ് ഇല്ലാതെ കൊടുത്തു. ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരും. ഒരു ഫോൺ കോൾ മാത്രമാണ്, അതിനുശേഷം അയാളെ പൊടി പോലും ഇല്ല. ഒരു ഫോൺ കോൾ വന്നിട്ട് ഇയാൾ വൃത്തികേട് ഇങ്ങനെ അഴിച്ചുവിടുകയാണ്. ലൈക്ക് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ്, ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അല്ലാതെ കുറേ ഇറങ്ങിയതാണ്, ഇഷ്ടംപോലെ കേസ് കൊടുത്തതാണ്. ഒരിടത്ത് പോയപ്പോഴും ഒരു സ്റ്റേഷൻ സത്യം പറഞ്ഞാൽ പോലീസുകാർക്ക് പലപ്പോഴും അബ്യൂസ് എന്താണെന്നറിയില്ല. അയാൾ എന്ത് തന്നെയാണോ, അയാൾക്ക് എന്തെല്ലാം നേടിയോ, അയാൾ നല്ലൊരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ അയാൾ എന്ത് നേടിയിട്ട് എന്ത് കാര്യം? അയാൾ വലിയ സംഭവമായിരിക്കാം, എനിക്ക് അയാളൊന്നുമല്ല, ഞാനൊരു സർവൈവറാണ്, എനിക്ക് അയാളൊന്നുമല്ല. എൻ്റെ അടുത്തുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് അപ്പോഴും ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ട്, ഇഷ്ടമല്ല. അത് പറയാൻ തുടങ്ങുകയാണെങ്കിൽ കുറേ ഉണ്ട്. നമ്മൾ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഒരാൾ മാത്രം നമ്മളോട് ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ നമ്മൾ വെച്ചാൽ ഒരാൾ മാത്രമായിരിക്കും, ബേബി ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ നല്ലവരായിരിക്കും, കൊച്ചുകുട്ടിയാണ്, ഒന്നും അറിയത്തില്ല. നോക്കുമ്പം ഓരോരോ ആൾക്കാർ നമ്മളോട് ബിഹേവ് ചെയ്യുമ്പോൾ ഒന്നും എന്തെങ്കിലും ഒരു ഫിലിം ഓപ്പർച്യൂണിറ്റി വന്നാൽ ആദ്യം നമ്മളോട് ഇതാണ് ചോദിക്കുന്നത്. ഞാൻ കുറച്ച് നേരത്തിന് മുന്നേ പറഞ്ഞിരുന്നു, അടിച്ചുകയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരാളുണ്ട്, ഒരു ആക്ടറുണ്ട്, മിസ്റ്റർ റിയാസ് ഖാൻ. അദ്ദേഹം ഇതുപോലൊരു എൻ്റെ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ നമ്പർ കൺസെൻറ്റ് ഇല്ലാതെ കൊടുത്തു. ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരും. ഒരു ഫോൺ കോൾ മാത്രമാണ്, അതിനുശേഷം അയാളെ പൊടി പോലും ഇല്ല. ഒരു ഫോൺ കോൾ വന്നിട്ട് ഇയാൾ വൃത്തികേട് ഇങ്ങനെ അഴിച്ചുവിടുകയാണ്. ലൈക്ക് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ്, ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് റെസ്പോൺസ് ചെയ്യണമെന്നല്ല, മേ ബി ചോദിക്കാം, ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ. പക്ഷേ അങ്ങനെ അല്ല. ആ ഒരു ഏജിൽ ഞാൻ ഷോക്ക്ഡായിട്ട് ഫോൺ ഇങ്ങനെ വെക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തായത് സംഭവിക്കണം. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഹി വാസ് സേയിങ്, ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊച്ചിയിലെ 9 ഡേയ്സിനുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതി, ഇത് സോക്കോൾ ഒപ്പിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത്. ഇതുപോലെ എത്രയോ ആൾക്കാർ, ചില പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, ഫിലിം എല്ലാം ഓക്കെ ആയിട്ട് ലൈക്ക് വിളിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഒന്ന് വേറെ ആരുമില്ല, ഒന്ന് ജസ്റ്റ് ഡയറക്ടറുമായിട്ട്, സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട്, എഡിറ്ററായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ വരും. സി വി ഹാവ് ടു സ്ലീപ്പ് വിത്ത് ഓൾ ദീസ് മെൻ എന്ന് പറഞ്ഞിട്ട് ആ സമയമൊക്കെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു സ്വഭാവം. ഓക്കെ, ഇതെന്താണ് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലും കൂടെ ഞാൻ പോയി. കാര്യം ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു ഓഡിഷൻ എടുക്കുന്നു, നമ്മളെ ടാലൻറ്റ് കാണുന്നു, ഈ ക്യാരക്ടറുമായിട്ട് അവർ സിമിലർ, ഓക്കെ മാച്ചാണ്, അവർ സെലക്ട് ആവുന്നു. അതിനുശേഷം അവർ നമ്മൾ വെക്കുന്ന ഡിമാൻഡുകളും അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ വെക്കുന്ന ഡിമാൻഡുകളും ഒക്കെ നോൺസെൻസ് അല്ലേ ഇതെല്ലാം. എനിക്ക് ഇപ്പം അത് പറയാൻ പറ്റില്ല. കാര്യം ആ സമയത്തുള്ള ഞാൻ പറഞ്ഞ പോലെ ആ സിസ്റ്റം എനിക്ക് തരുന്ന സെക്യൂരിറ്റി എത്രയാണെന്നുള്ളത് എൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാര്യം ഇനി എനിക്ക് ഒരു തരത്തിലുള്ള റിസ്ക്കും എൻ്റെ കരിയറിൽ എനിക്ക് കൊടുക്കാനില്ല. ഞാൻ കുറച്ചുകൂടെ ഞാനിപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ മനസമാധാനവും അവർ തരുന്ന ഒരു സെക്യൂരിറ്റി എന്താണ്, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് വേറെ പല പ്രശ്നങ്ങളിലും ബ്ലോക്ക് വരാൻ എനിക്കിനി എന്നെ അനുവദിക്കാൻ പറ്റത്തില്ല. സോ അതൊക്കെ ഈസ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണോ അവരെനിക്ക് തരുന്നത് എന്നുള്ളതും കൂടെ ഞാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നുണ്ട്, പരാതിക്കാർ വന്നാൽ അവർക്ക് എല്ലാ സംരക്ഷണവും അവർക്ക് എല്ലാ നീതിയും വാങ്ങിച്ചു കൊടുക്കാൻ സർക്കാർ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അവർ പറയും, പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഇറങ്ങുമ്പോൾ ഈ പറയുന്ന ഒരു മനുഷ്യനും കാണൂല എന്നുള്ളതാണ്. അപ്പം ആ ഒരു സംഭവം, ഒരു സർവൈവർ അങ്ങനത്തെ ഒരു ഭയം ഉണ്ടാവാതെ ഇരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം അവർ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കൃത്യമായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും, ആക്ഷൻസിൽ ഇവിടെ കാണണം. അല്ലാതെ കുറേ ഇറങ്ങിയതാണ്, ഇഷ്ടംപോലെ കേസ് കൊടുത്തതാണ്. ഒരിടത്ത് പോയപ്പോഴും ഒരു സ്റ്റേഷൻ സത്യം പറഞ്ഞാൽ പോലീസുകാർക്ക് പലപ്പോഴും അബ്യൂസ് എന്താണെന്നറിയില്ല.
ഇമോഷണൽ അബ്യൂസ് എന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ ഒരു സീനിയർ ഓഫീസറിൻ്റെ അടുത്ത് ഞാൻ FIR ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ഇമോഷണൽ അബ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയണം. ആൻഡ് ഹി വാസ് ലൈക്ക് ഇമോഷണൽ അബ്യൂസ് ആണല്ലേ, അപ്പോൾ കയറി പിടിച്ചിട്ടൊന്നുമില്ല. ഇത്രയുള്ള ദെയർ നോളജ് ഓഫ് ഈ പറയുന്ന ഹറാസ്മെൻറ്റ് ഇതിൻ്റെയൊക്കെ ഒരു നോളജ് എന്ന് പറയുന്നത് ഒന്നുമില്ല, 0ൻ്റെ താഴെയാണ്, മൈനസ് ആണ്.